ഏപ്രിൽ മാസം 16-ാം തീയതി ക്രിസ്തുവർഷം 2025. പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസിൻ്റെ ലേഖനം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 2-ൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതപർവമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയരുന്നവ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ആകുന്നു. 10-ാം വാക്യം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. വേദപഠനത്തിനു മുമ്പായി നമുക്ക് ദൈവസന്നിധിയിലെ തലകള വണക്കി പ്രാർത്ഥിക്കാം. മഹത്വമുള്ള സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. അതിന് കാരണം അവിടെ ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളെ സ്നേഹത്തിൻ്റെ പുത്രനെ അയച്ച് ഞങ്ങൾക്ക് പാപപരിഹാരം നടത്തിയ ദൈവത്തോട് നിരപ്പ് ഞങ്ങൾക്ക് നൽകിയ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ്. അതിനായിട്ട് കർത്താവ് യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഇപ്പോൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ആരംഭത്തെക്കുറിച്ച്, അതെങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിനുള്ള സ്ഥാനവും മാനവും ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടരാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിനൊരാരംഭം ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആരംഭിച്ചത്. ആ ആരംഭം ദൈവവുമായി നീതീകരണവും ദൈവവുമായി നിരപ്പും ലഭിച്ച ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതിന് നാം കഴിഞ്ഞ ആഴ്ച എടുത്ത വേദഭാഗമാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, കൃപയിലേക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വിശ്വസിക്കുന്ന മാത്രയിൽ നീതീകരണവും മാത്രമല്ല, ദൈവം തന്നോട് നിരപ്പ് പ്രാപിക്കാൻ തക്കവണ്ണം, തന്നോട് കൂട്ടായ്മയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം എന്തൊക്കെ നമുക്ക് ആവശ്യമാണോ അത് നമുക്ക് അവൻ്റെ പുത്രനിൽ ഉള്ളത് കൊണ്ട് ആ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നൽകുവാൻ ദൈവം സന്നദ്ധനാണ്. അതിൻ്റെ വെളിപ്പാടുകളാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കണം, ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ശക്തമായ ഉപദേശമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വേറെ ഒരു പേരാണ് ആത്മീയ ജീവിതം. കാരണം ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിന്
ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകി. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കുന്നതിനാൽ ഇതിന് ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു എന്നുള്ളത് അത് ശക്തമായ ഒരു ഉപദേശമാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവുണ്ട്, അവനിൽ വസിക്കുന്നുണ്ട്. ആ വാസമാണ്, ആ നിമിഷമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചൊരു വാക്യമാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം അതിന് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനിൽ പകർത്തപ്പെടുന്ന നിമിഷം മുതലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നാം ആരംഭിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്രിസ്തീയ ജീവിതം വിശ്വാസം മൂലമാണ് തുടങ്ങുന്നതെങ്കിൽ ആ വിശ്വസിക്കാൻ അതിന് മുന്നോടിയായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നിമിഷമാണ്, അത് 6 വയസ്സിലാണോ, 7 വയസ്സിലാണോ, 16-ാം വയസ്സിലാണോ, 60-ാം വയസ്സിലാണോ, അത് വ്യത്യസ്ത വ്യക്തികളിൽ അത് വ്യത്യസ്തമായ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. എന്നാൽ അതിന് മുന്നോടിയായിട്ട്, നമ്മൾ വിശ്വസിക്കുന്നതിന് മുന്നോടിയായിട്ട്, അതിൻ്റെ പുത്രനെ നമ്മൾ ചുംബിക്കുന്നതിന് മുമ്പ് ത്രിയേക ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അതിനായിട്ട് പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ആത്യന്തികമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവുള്ള ജീവിതം തുടങ്ങുന്നത്. കാരണം എന്താണ്? അവൻ എന്നേക്കും നമ്മുടെ കൂടെയിരിക്കും. അതുമാത്രമല്ല, അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുന്നു. സോ ഈ ഡ്വൽസ് വിത്ത് യു ആൻഡ് ഈസ് ഇൻ യു എന്നുള്ളത് വളരെ ശക്തമായ ഉപദേശങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ട് ദൈവം മനുഷ്യഹൃദയങ്ങളിൽ ചെയ്യുന്ന കാര്യം അല്പമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പാപനിമിത്തം, ആദാമിൻ്റെ പാപനിമിത്തം, നമ്മുടെ വ്യക്തിപരമായ പാപനിമിത്തം ദൈവമായിട്ട് വിച്ഛേദിക്കപ്പെട്ട ബന്ധം അത് പുനഃസ്ഥാപിക്കുവാനായിട്ട്, അതിനാണ് നമ്മൾ നിരപ്പ് എന്ന് പറയുന്നത്. സ്ഥാപിക്കാൻ തക്കവണ്ണം ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അതിൽ 19-20 വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം എന്ന് പറഞ്ഞ വേദപുസ്തകം പറയുന്നത്, ദൈവത്തെക്കുറിച്ച് ദൈവം
അവർക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ട് അവർക്ക് ദൈവത്തെ അറിയാം. ഈ അറിയാകുന്ന ദൈവത്തെയാണ് അവരായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് വിഗ്രഹാരാധനയ്ക്കും മ്ലേച്ഛമായ ജീവിതത്തിലേക്കും കടന്നു പോകുന്നത്. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദൈവം വ്യക്തിപരമായിട്ട് ഓരോ ജീവിതങ്ങളിലും ചെയ്യുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ആക്റ്റീവ് വർക്ക് ഓഫ് ഗോഡ് ദി ഫാദർ. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെക്കുറിച്ച് നമുക്ക് വ്യക്തമായ, നമ്മുടെ മനഃസാക്ഷിയിൽ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം വാക്യത്തിൽ ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി, അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിരിക്കുകയാണ്. സ്പഷ്ടമായിട്ട് നമുക്കറിയാം. കാരണം ഇത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മൾക്ക് സുവിശേഷം ലഭിച്ച് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധം നമ്മളിൽ വസിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്, ആത്മീയ ജീവിതം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും അവൻ ബോധ്യപ്പെടുത്തും. ഇതാണ് 16-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വളരെ ശക്തമായ ഉപദേശമാണ്. ഈ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ ഒരുവൻ ശിക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? അവൻ വിശ്വസിക്കാകയിലാണ്. അല്ലാണ്ട് അവൻ ഇന്ന കാര്യം ചെയ്തില്ല എന്നുള്ളത് കൊണ്ടല്ല. ഈ വേദഭാഗം വളരെ ശക്തമായ ഉപദേശങ്ങൾ നൽകുക. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പുത്രൻ, ദൈവപുത്രൻ, പിതാവായ ദൈവം ചെയ്യുന്ന നമ്മുടെ ജീവിതം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ടും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് പുത്രൻ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലെ അത് ശക്തമായൊരു ഉപദേശമാണ്. അവൻ എനിക്ക് ഉള്ളതിൽ നിന്ന് എടുത്ത്, അവൻ ഇവിടെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ, പുത്രൻ അയക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും പാപപരിഹാര ബലിയും മരണവും അടക്കവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും അതിനുശേഷം സ്വർഗത്തിലേക്ക് കരയേറി പിതാവിൻ്റെ വലത്ത് ഇരുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് അയക്കും. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് ജീവിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ അടയാളം, ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുന്ന വ്യക്തി യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണോ എന്നുള്ളത്. ഇന്ന് പലപ്പോഴും ഈ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സമൂഹങ്ങളിൽ, സംഘടനകളിൽ അതിലൊരു നല്ല ശതമാനം അത് ചെയ്യുന്നവരും ഈ പൗരസ്ത്യ സഭക്കാരാണ്. അവർ സഭകളിലേക്ക് ചേക്കേറി ഇന്ന് പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അത് വാസ്തവത്തിൽ ശരിയായ പരിശുദ്ധാത്മാവാണോ നമ്മൾ പരിശോധിക്കേണ്ടത്, ദൈവത്തിന് പുറം പരിശോധിക്കേണ്ടത്.
നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. ഈ യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നത്? അത് തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ പാപ പരിഹാരം നടത്തി മഹത്വത്തിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ്, അവൻ താണ ഭൂമിയിലേക്ക്, പാപികളുടെ മധ്യത്തിലേക്ക് പാപപരിഹാരകനായിട്ട് വന്നതാണ്. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹത്വത്തിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവ് പുനരുദ്ധാന ശരീരത്തോടു കൂടി അവൻ തൻ്റെ വലത്തോത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുത്രനെ മഹത്വപ്പെടുന്നതിന് കാരണം പുത്രൻ്റെ പാപപരിഹാര ബലിയാണ്. അങ്ങനെ നാലാമതായിട്ട് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു. ഇത് മഹത്വമായ ഒരു ഉപദേശമാണ്. പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു, പുത്രൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലി നടത്തി, അത് പരിശുദ്ധാത്മാവ് പാപബോധം നടത്തി അവനെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും മുദ്രയിടുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങൾ ആയിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാവ് എല്ലാ സത്യത്തിലും നടന്നു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം, അത് തീർച്ചയായിട്ടും അത് ക്രിസ്തീയ ജീവിതമല്ല. പരിശുദ്ധാത്മാവിൽ ലഭിക്കണം നമുക്ക്, അതിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്നാൽ ഈ ലഭിച്ചവർ ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എന്ന്, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു, സ്ഥാനമാറ്റം വന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ദൈവത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതത്തിൽ വ്യതിയാനങ്ങളുണ്ടാക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. വാസ്തവമായ മനം മാറ്റം, വാസ്തവമായിട്ടുള്ള ദൈവഭക്തി ഉണ്ടാകുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ക്രിയ കൊണ്ടാണ്. നമുക്കറിയാം പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമാണ് വേദപുസ്തകം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. ഒരു പ്രവചനങ്ങളും മനുഷ്യനിഷ്ടത്തിൽ വന്നതല്ല. പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് മനുഷ്യരെഴുതിയ പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവിക പരിപാടികളും നമ്മുടെ സ്ഥാനമാറ്റവും പദവിയും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പാപിയുടെ സ്ഥാനമാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ പരിശുദ്ധാത്മ വ്യക്തി ജീവിതത്തിൽ വ്യതിയാനങ്ങളുണ്ടാകുന്നു. ആ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്? പാപിയുടെ സ്ഥാനമാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. അശുദ്ധരിൽ നിന്ന് വിശുദ്ധനിലേക്ക്, ദൈവമായുള്ള ബന്ധത്തിൽ ദൂരത്തു നിന്ന് സമീപത്തേക്ക്, ശത്രുത്വത്തിൽ നിന്ന് മിത്രതയിലേക്ക്, ദൈവവിദ്വേഷത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക്. ഈ വ്യത്യാസമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ബലം പിടിച്ച് ചെയ്യുന്നതല്ല. നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ അതിൽ നടത്തുന്നു. അത് നമ്മൾ വിശ്വസിച്ച് അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വിശ്വസിക്കുകയില്ല, പരിശുദ്ധാത്മാവ് നമ്മൾ മനഃപൂർവ്വം ബലം പിടിച്ച് ചെയ്യിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ദൈവത്തിലുള്ള പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നമ്മളത് വ്യക്തിപരമായ ഉത്തരവാദിത്തം എടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം മഹത്വത്തിലേക്ക് കടക്കും. മഹത്വം നമ്മൾ ചെയ്യുമെന്നുള്ളത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമയിലെ 5-ാം അധ്യായത്തിൻ്റെ വായിച്ച വാക്യം ഇതാണ്. അതുകൊണ്ടാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടു. അങ്ങനെ ആ കർത്താവ് യേശുക്രിസ്തുവിൽ ദൈവം കാണിച്ച ദൈവസ്നേഹം അത് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ബോധ്യം നൽകുകയാണ്. മഹോന്നതമായ സ്ഥാനമാറ്റം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്? അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് ജന്മനാലല്ല, സഭയോട് ചേർന്നുകൊണ്ടല്ല, വെള്ളത്തിൽ മുങ്ങുന്നതുകൊണ്ടല്ല, കുളിക്കുന്നതുകൊണ്ടല്ല. അത് സംഭവിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് അതിൽ വിശ്വസിക്കുമ്പോഴാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മഹോന്നത സ്ഥാനം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഇതിനാധാരമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാക്യം
യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 39-ാം വാക്യം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് മനുഷ്യരുടെ മധ്യത്തിൽ ഇസ്രായേലിൽ അവൻ ശുശ്രൂഷ ചെയ്തപ്പോൾ മരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്യമാണ് 39-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിജയമാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അങ്ങനെ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകി നമ്മളത് വിശ്വസിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു, നമ്മളെ മുദ്രയിടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്ന മാത്രയിലാണ് നാം ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വിൽപത്രമാണ് ബൈബിൾ. ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെ പ്രവർത്തനത്താൽ, പുത്രൻ്റെ കാൽവരിയിലെ പ്രവർത്തനത്താൽ, അത് നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുമ്പോൾ അതിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം എഴുതി വച്ചിരിക്കുന്ന വിൽപത്രമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ വിൽപത്രം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിൽപത്രത്തിൽ ഈ വിശ്വാസികളെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. വിൽപത്രം വായിച്ച് യോഗ്യതകളും സ്ഥാനവും പദവിയും അവകാശങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം, അഥവാ ആത്മീയ ജീവിതം, അഥവാ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ആത്മീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 യോഗ്യതകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി മുതൽ നമുക്ക് ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടി. നമുക്ക് വേണ്ടി ആരും മരിച്ചു, അവന് വേണ്ടി നാം ജീവിക്കണം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യണം. നമ്മൾ ദൈവത്തിൻ്റെ അംബാസഡേഴ്സ് ആയിരിക്കണം, സ്ഥാനാധിപതികളാണ്. അവൻ്റെ സുവിശേഷം അവൻ നമുക്ക് തന്നിട്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. എന്നാൽ അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 1 പൗരോഹിത്യം, 2 പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യത്തെ സംബന്ധിച്ച ഭാഗമാണ് നാം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കാരണം. അവിടെ നാം പറഞ്ഞിരിക്കുന്നത് നാം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൽ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അതിൽ ഈ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പൗരോഹിത്യത്തെക്കുറിച്ച് അത് ചിലർക്ക് മാത്രമുള്ളൂ. അതുകൊണ്ട് പൗരോഹിത്യം പല പാഷണ്ഡ സഭകളിലും, പൗരസ്ത്യമാകട്ടെ പാശ്ചാത്യമാകട്ടെ, 2ലും ഈ പൗരോഹിത്യത്തെ അവർ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരിക. വിശ്വസിക്കുന്നവർക്കാണ് പൗരോഹിത്യമുള്ളത്. വിശ്വസിക്കുന്ന ഏവർക്കും പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യം ഉള്ളതിന് കാരണം നമ്മൾ ഈ മഹാപുരോഹിതനായ നമ്മുടെ അപ്പസ്തോലനായ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ പൗരോഹിത്യമുള്ളത്. അത് നമ്മൾ ഷെയർ ചെയ്യണം. അതാണ് നമ്മളുടെ സ്ഥാനം, അതാണ് നമ്മളുടെ യോഗ്യത. ഇത് വളരെ ശക്തമായ ഒരു ഉപദേശം. ഈ പുരോഹിതനായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ആരെങ്കിലും എഴുതി തന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ദൈവം കേൾക്കുകയില്ല. അതൊന്നും അത് ജൽപ്പനം പോലെ എത്ര പ്രാവശ്യം ചെയ്താലും ദൈവം കേൾക്കുകയില്ല. അതിന് ചില മാനദണ്ഡങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് പൗരോഹിത്യം. നീ പുരോഹിതനല്ല എങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും അല്ല എങ്കിൽ ദൈവമായിട്ട് നിരപ്പില്ല, ദൈവമായിട്ട്
നമുക്ക് കൂട്ടില്ല, നീതീകരണം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഈ പൗരോഹിത്യത്തെക്കുറിച്ചും പ്രാർത്ഥന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പൗരോഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആരാണ് പുരോഹിതൻ. നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പുരോഹിതൻ ആര് എന്ന് നമുക്കറിയാം. അപ്പോൾ പുരോഹിതൻ്റെ നിർവചനം നമുക്ക് ആവശ്യമാണ്. പുരോഹിതൻ്റെ പ്രധാന ജോലി ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ യാഗങ്ങൾ അവർക്ക് വേണ്ടി ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ജോലി ചെയ്യുന്നവനാണ് പുരോഹിതൻ. രണ്ടാമതായിട്ട് ഈ പൗരോഹിത്യം ആർക്കാണുള്ളത്? പഴയ നിയമത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, അഹ്റോൻ്റെ കുടുംബക്കാരുമാണ് പൗരോഹിത്യമുള്ളത്. ലേവ്യ കുടുംബത്തിനും പൗരോഹിത്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും പിതാവിൻ്റെ വലത്തുപതിയിരുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ പൗരോഹിത്യം ഉള്ളത് യേശുക്രിസ്തുവിലുള്ളവർക്കാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിച്ചവരാണെങ്കിൽ പുരോഹിതന്മാരാണ്, യാഗമർപ്പിക്കേണ്ടവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. അതുമാത്രമല്ല, ദൈവം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പും നമുക്കുണ്ട്. അതുകൊണ്ട് പുരോഹിതൻ ആര്, പൗരോഹിത്യം എന്ത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ വായിച്ചാൽ അത് മൊത്തത്തിൽ ഈ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ളതാണ്. യേശുക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാണ്. ലേവ്യ പുരോഹിതൻ്റെ ക്രമപ്രകാരമോ അഹ്റോൻ്റെ ക്രമപ്രകാരം അല്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗമനുസരിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ മഹോന്നതമായ പൗരോഹിത്യ സ്ഥാനം. ആ പൗരോഹിത്യമാണ് നമ്മൾ അവനുമായിട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുരോഹിതന്മാരാകുകയും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തു വിശ്വസിച്ച വിശ്വാസികളുടെ പൗരോഹിത്യം നവീകരണം 1517 ഒക്ടോബർ മാസം 31-ാം തീയതി ജർമ്മനിയിൽ നടന്നൊരു വലിയ പ്രത്യേകതയാണ്. അന്നത്തെ റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാർട്ടിൻ ലൂതർ. ആ മാർട്ടിൻ ലൂതറിൻ്റെ വേദപുസ്തക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വിശ്വാസികളുടെ പൗരോഹിത്യം. വിശ്വസിക്കുന്ന ഏവരും പുരോഹിതന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ട് വേറെ റോമൻ കത്തോലിക്ക സഭയുടെയോ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെയോ അന്നത്തെ രീതിയിലുള്ള പൗരോഹിത്യമുള്ളവർക്ക് ആവശ്യമില്ല എന്ന് തിരുവചനത്തിൽ നിന്ന് അത് തർക്കം ഇല്ലാതെ അത് ഉപദേശിക്കാനുണ്ടായത്. അങ്ങനെയാണ് നവീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പൗരോഹിത്യം ഉണ്ട് എന്നുള്ളതിനാൽ ഈ പൗരോഹിത്യ സഭകളെ ഒട്ടും നമ്മൾ അംഗീകരിക്കുന്നില്ല. പലരും ബൈബിൾ ചർച്ച് തീർച്ചയായിട്ടും നമുക്ക് പൗരോഹിത്യമുള്ളതുകൊണ്ട് ഈ പൗരോഹിത്യം വിശ്വസിക്കാത്തവർ അവരുടെ പൗരോഹിത്യം നാം ഒട്ടും സ്വീകരിക്കുന്നില്ല. അങ്ങനെ പുരോഹിതന്മാരെങ്കിൽ നമുക്ക് ദൈവമായിട്ട് നേരിട്ട് ഇടപെടാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം എന്നുള്ളത് നമുക്ക് ആശ്വാസമുള്ള വിഷയം. ഒരു വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ താൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഞാൻ വായിച്ച വേദഭാഗം അത് നമുക്ക് ഗുണകരമാണ് എങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഈ ഭാഗമല്ല. ഈ പൗരോഹിത്യത്തിൽ നമുക്ക് ഇന്ന്
സ്വർഗത്തിലെ ദൈവവുമായിട്ട് പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തി പാടുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് വിശ്വാസം വഴി, പരിശുദ്ധാത്മാവ് വഴി, ക്രിസ്തു വഴി നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാം, സ്വർഗത്തിൽ കടന്നു ചെല്ലാം എന്നുള്ളത് മഹോന്നതമായ ഒരു ഉപദേശം തന്നെയാണ്. അതിൻ്റെ 10-ാം അധ്യായം ജസ്റ്റ് ഞാൻ ശ്രമിച്ചു നോക്കിക്കോട്ടെ. അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 17-ാം വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ, എനിക്ക് അപ്പോൾ വാക്യം, ഞാൻ വിചാരിച്ച വാക്യം എനിക്ക് ലഭിക്കുന്നില്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്ന് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പുണ്ട്, നീതീകരണമുണ്ട്, സമാധാനമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ വലിയ ഒരു സ്ഥാന പദവി മാറ്റങ്ങൾ, നമ്മുടെ അവസാനം, നമ്മുടെ ഡെസ്റ്റിനി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ് നമ്മൾ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അവൻ നിത്യമായിട്ട് നമ്മളിൽ വസിക്കുന്നു. അവൻ നമ്മളെ നടത്താൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ പൗരോഹിത്യം, പ്രാർത്ഥന വലിയ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുക, അതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ സ്ഥാന മാറ്റത്തിനൊത്ത വണ്ണം ജീവിക്കുന്നതാണ്. നമ്മുടെ പദവിയുടെ മാറ്റത്തിൽ, നമ്മുടെ വിൽപ്പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ്, ആ മാറ്റപ്പെട്ട ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് ഓർപ്പിക്കുന്നു. ഇതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിരുന്ന ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കേട്ട വചനം അത് ഗുണകരമായി തീരുവാനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം അംഗീകരിക്കുവാൻ, പുത്രൻ്റെ കാൽവരി മരണത്തിൽ ആശ്രയിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനങ്ങളും ബോധ്യം വരുത്തിലും നമ്മൾ മാറ്റമുണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിൽ ലഭിച്ച ക്രിസ്തു ജീവിതം ആരംഭിച്ച് ദൈവവചനപ്രകാരം ജീവിതത്തെ മഹത്വപ്പെടുത്തുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.